നമ്മളിതപ്പോൾ ഇതിൽ കുറച്ച് ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് നന്നായി യോജിപ്പിക്കാം. ഇത് ഒന്ന് വേവിച്ചെടുക്കണം, വെള്ളമില്ലാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ നന്നായി വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തീയൊക്കെ ഓഫാക്കുക. അതിന് ശേഷം ഇനി ബാക്കി പണികളിൽ ചെയ്യാം. നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചരുകിയതും കൂടി വേണം. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇടാം. വേപ്പില ഇടാം. ഇതാ നന്നായി ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെമ്മീൻ വേവിച്ചതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള എങ്ങനെയാണ് നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അതിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് തേങ്ങ ചരുകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ആയാലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അങ്ങനെയാണ് ആ ചെമ്മീനിലേക്ക് ആ എരിവും ഇതൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരുള്ളൂ. നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അതാ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഷെയർ കമൻറ്റ് അടുത്ത വീഡിയോ പോയാൽ